അല്ലാഹുവിനോട് നന്ദികേട് ചെയ്യരുത്. രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തരട്ടെ. ഇനി നിനക്ക് രക്ഷപ്പെടാൻ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ നീ നശിച്ചു പോയത്. നിന്റെ വീടിന്റെ അകത്ത് ബർക്കത്തില്ലാത്തതോ, നിന്റെ കച്ചവടത്തില് ബർക്കത്തില്ലാത്തതോ, നിന്റെ ഭക്ഷണത്തില് ബർക്കത്തില്ലാത്തതോ, നിന്റെ സമ്പത്തില് ബർക്കത്തില്ലാത്തതോ, നിന്റെ ജീവിതത്തില് ബർക്കത്തില്ലാത്തതോ, നിന്റെ ദാമ്പത്യത്തില് ബർക്കത്തില്ലാത്തതോ, അതിന്റെ കാരണം എന്തെന്നറിയുമോ? നീ ചെയ്ത നന്ദികേടാ. എന്റെയും നിങ്ങളുടെയും അഹങ്കാരവും നന്ദികേടും കൂടിയപ്പോ അല്ലാഹ് നമ്മളെ നന്നാക്കാൻ തീരുമാനിച്ചിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്തുകൊണ്ടാണ് നിന്റെ വീടിന്റെ അകത്ത് നാശം വന്നത്, നഷ്ടം വന്നത്, സമാധാനം പോയത്, എല്ലാം നഷ്ടപ്പെട്ടു പോയത്? അതിന്റെ കാരണം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ള സഹോദരാ, ഇനി രക്ഷപ്പെടാനുള്ള 3 വഴി ഞാൻ പറയാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹുവിന്റെ സഹായം ഇനി വേണമെങ്കിൽ ഞാൻ പറയുന്ന 3 കാര്യം ചെയ്യ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ പറയുന്ന 3 നന്മകൾ ചെയ്താൽ നമ്മുടെ വീടിന്റെ അകത്ത് അള്ളാഹു നമുക്ക് ബറക്കത്തും സന്തോഷവും സമാധാനവും തരും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാഹ് ചെയ്തൂടെ അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളെ വിഷമിക്കണ്ട. ഈ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ചെയ്യാൻ കഴിയുമോ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, യാ ബുനയ്യ ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം യകൂനു ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ, പടച്ചവൻ നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണോ? നിന്റെ വീട്ടിൽ ബർക്കത്ത് വേണോ? നിന്റെ കടയിൽ ബർക്കത്ത് വേണോ? നിന്റെ വാഹനത്തിൽ ബർക്കത്ത് വേണോ? നിന്റെ കച്ചവടങ്ങളിൽ ബർക്കത്ത് വേണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് വീട്ടിലേക്ക് പോകുന്ന അനസിനെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ബുനയ്യ, ഈ പൊന്നുമോനെ, നീ എന്ത് ചെയ്യണമെന്നറിയുമോ? ഇദാ ദഖൽത അലാ അഹ്ലിക, നീ നിന്റെ കുടുംബത്തിലേക്ക് ചെന്നാൽ, നീ നിന്റെ വീടിന്റെ മുന്നിലേക്ക് ചെന്നാൽ, നീ വീടിന്റെ അകത്ത് കയറുന്നതിന് മുമ്പ് നീ പറയണേ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നീ സലാം പറഞ്ഞാ നിനക്കും നിന്റെ വീട്ടുകാർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ചെല്ലുമ്പോൾ സലാം പറയുന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈവക്കിക്കേ, ഒന്ന് താഴ്ത്തിക്കേ. എങ്ങനാ സലാം പറയാ? അസ്സലാമു അലൈക്കും. സലാം 3 രീതിയിൽ. 1 അസ്സലാമു അലൈക്കും, 2 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, 3 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതിലെ ഏതാ പിടിക്കേണ്ടത്? എങ്ങനെ സലാം പറയേണ്ടത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല പരിപൂർണമായിട്ട് പറയണം, പകുതി വേണ്ട. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നീ നിന്റെ വീട്ടിൽ ചെല്ലുമ്പോ നീ സലാം പറ. നീ സലാം പറഞ്ഞാൽ നിനക്കും നിന്റെ വീട്ടുകാർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ പലരും ആരാപ്പ മടിയ പെണ്ണുമ്പിള്ളയുടെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ സലാം പറയും? അല്ലേ, നാണക്കേട്. ഇന്ന് വയലങ്ങാനം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ബെല്ലടിക്കും. ആമിനാത്ത ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ടിവിയുടെ ഫ്രണ്ടില്ല, 10 മണി ആയതുകൊണ്ട് ഓളിങ്ങനെ എഴുന്നേറ്റ് വരുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു, ഓള് വെടികൊണ്ടതുപോലെ നിൽക്കുക. കാരണം ആദ്യമായിട്ട് നടക്കുക. എന്ത് പറ്റി അല്ലാഹ് ഇങ്ങാർക്ക്? വല്ലതും കൂടിയോ? അതാ ചിരിക്കണ്ട, നീ വീട്ടിൽ പോയി പറഞ്ഞു നോക്ക്. കാരണം ഇന്ന് വരെ നീ പറഞ്ഞിട്ടില്ല. ഫോൺ വിളിച്ചാ ഹലോ, ഫോൺ വിളിച്ചാൽ തന്നെ ഹലോ. പെണ്ണുമ്പുള്ളയെ അപ്പൊ പറയൂ, ഉസ്താദെ അറിയാത്ത നമ്പരല്ലേ. എടാ, സ്വന്തം പെണ്ണുമ്പുള്ള വിളിക്കുമ്പോ സലാം പറയണ എത്ര പേരുണ്ട്? എടാ, നിന്റെ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് പലരുടെയും നമ്പര്. നീ വിളിക്കുമ്പോ വിളിക്കുന്നത് ആരാണെന്ന് നിനക്കറിയാം, മുസ്ലിമാണോ അമുസ്ലിമാണോ നിനക്കറിയാം. എന്നാലും നീ ഹലോ അതന്നെ. എന്നാ സലാം പറയാൻ എന്തേ പഠിക്കാത്ത? എന്തേ? അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും നിന്റെ മേലുണ്ടാകട്ടെ. എന്തൊരു ദുആയ. വഅലൈക്കുമുസ്സലാം റഹ്മത്തുള്ളാഹി തആല. പ്രവാചകം പറഞ്ഞത് എന്തെന്നറിയുമോ? നീ ആളില്ലാത്ത
ഒരുങ്ങാത്ത വീട്ടിലേക്കാണ് പോകുന്നത്. നിന്റെ വീടടച്ചിട്ടിരിക്കുകയാണ്, ഒരു മനുഷ്യനും നിന്റെ വീടിന്റെ അകത്തില്ല. നീ കട തുറക്കാൻ പോകുകയാണ്, കടയ്ക്കകത്ത് ആരുമില്ല. വണ്ടിക്കകത്ത് കയറുകയാണ്, അതിനകത്തൊരു മനുഷ്യനുമില്ല. എങ്കിലും നീ സലാം പറയണേ, എങ്കിലും നീ സലാം പറയണേ. രാവിലെ കട തുറക്കുന്ന സമയത്ത് നീ പറയണം, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എടാ, നീ വീടിന്റെ അകത്താളില്ലെന്ന് പറഞ്ഞ് സലാം പറയാതെ ഇരിക്കരുത്. അവിടെ ഒരുപാട് അല്ലാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ, റഹ്മത്തിന്റെ മലക്കുകളുണ്ടല്ലോ. പടച്ചവനെ, നിന്റെ വീടിന്റെ അകത്തും നിന്റെ വാഹനത്തിന്റെ അകത്തും നിന്റെ കടയ്ക്കകത്തും നീ എവിടെ പോയാൽ ആളുണ്ടെങ്കിൽ പറയണം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇനി ആളില്ലെങ്കിൽ നീ പറയണം, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നീ സലാം പറഞ്ഞാ അല്ലാഹു നിനക്ക് ബർക്കത്ത് തരും. നിനക്കും നിന്റെ വീട്ടുകാരിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഔലന്നാസി ബില്ലാഹ് മൻ ബദഅഹും ബിസ്സലാം. മത്സരിക്കണം സലാം പറയാൻ. അവൻ എന്നോട് പറയട്ടെ, അവൻ എന്നോട് പറയട്ടെ, അവൾ എന്നോട് പറയട്ടെ എന്ന് കരുതരുത്. ആദ്യം സലാം പറയണേ, ആദ്യം സലാം പറയണേ. ആരാണോ ആദ്യം പറയുന്നത് പലർക്കും മടിയതാണ്. പിണങ്ങി നടക്കുന്നവനോട്, കൂടപ്പിറപ്പിനോട്, കൂട്ടുകാരനോട്, അയൽവാസിയോട് സലാം പറയാ പലർക്കും മടിയാണ്. അവൻ ഇങ്ങോട്ട് വന്ന് പറയട്ടെ എന്ന് കരുതരുത്. ആദ്യം ആരാണോ സലാം പറയുന്നത്, ആദ്യം സലാം പറയുന്ന മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അവൻ അല്ലാഹുവിലേക്ക് അടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, പടച്ച റബ്ബിലേക്ക് അടുക്കാനുള്ള ഭാഗ്യമോ അല്ലാഹുവേ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ കാര്യം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇജ്തമിഉ അലാ തുആമികും ഉദ്കുറുസ്മല്ലാഹി അലൈക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, രണ്ടാമത്തെ കാര്യം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വന്തം വീടിന്റെ അകത്ത് ഭാര്യയും മക്കളും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ, കൈ താഴ്ത്തിയിട. ഈ ഒരുമിച്ചെന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിളിന്റെ ചുറ്റുഭാഗത്തല്ല, ഡൈനിങ് ടേബിളിന്റെ ചുറ്റും പ്ലേറ്റ് വെച്ചിട്ട് തിന്നുന്നവരല്ല. ഒരു പ്ലേറ്റിന്റെ അകത്ത് നിന്ന് കൈയിട്ട് വാരി തിന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. നിനക്ക് ബർക്കത്ത് കിട്ടും, കാത്തിരുന്നോ. അല്ലാഹു കാക്കുമാറാകട്ടെ. അവിടെയാണ് പോയിന്റ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ഒരുമിച്ചിരിക്കും. എന്നാ നിന്റെ വാപ്പ, നിന്റെ ഉമ്മ 10 പ്ലേറ്റ് ഉണ്ടായിരുന്നോ വീട്ടിൽ? ഒരു നല്ല ബൈസൻ, മാഷാ അല്ലാ. നമ്മൾ ഇപ്പഴാ ബൈസനൊക്കെ പണ്ട് ചട്ടിയാ, ഇപ്പഴല്ലേ ബൈസൻ. പണ്ട് ഉമ്മ ചട്ടി, ഈ സിമെന്റ് കുഴക്കണ വിഷയം പോലെ ഉമ്മ ചട്ടിക്കകത്തിട്ടിട്ട് ഒരു കുഴയുണ്ടായിരുന്നു. എന്റെ പൊന്നാര ചങ്ങാതിമാരെ, ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്ക്, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഈ നാട്ടിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വീട് ഏതെന്നറിയുമോ? ഈ നാട്ടിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് അതാരുടെ വീടെന്നറിയുമോ? അതാരുടെ വീടെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഏത് വീടിന്റെ അകത്താണോ ഭാര്യയും ഭർത്താവും മക്കളും ഒരു പാത്രത്തിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ആ വീടാണ് ആകാശത്തിന്റെ കീഴില് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ഒരുമിച്ച് ഭാര്യയും ഭർത്താവും മക്കളും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന വീട്, അത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വീടാ. ആ വീട്ടിൽ ഒരിക്കലും ബറക്കത്തില്ലായ്മയുണ്ടാകില്ല. അവിടെ ബറക്കത്ത് അല്ലാഹു നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം പെണ്ണുമ്പുള്ള തന്നെ ഭർത്താവ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുക. എന്തുകൊണ്ട്? സ്വന്തം ഭർത്താവിനെ പീഡിപ്പിച്ചെന്ന കേസ് ഒന്ന് അടിച്ചു വിരിഞ്ഞാൽ മതി. പിന്നെ ഏറ്റവും വലിയ എന്തുകൊണ്ടെന്നറിയോ? നിങ്ങൾ നോക്ക്, എടാ കൂടപ്പിറപ്പുകൾക്കാട ഏറ്റവും വലിയ ശത്രുത, നാട്ടുകാർക്കല്ല. ഒരുത്തൻ നന്നാവുന്നത് ഇവന് തന്നെ ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പണ്ട് കൂടപ്പിറപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരു ബന്ധമുണ്ടായിരുന്നു. ഈ ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പണ്ട് നമ്മുടെ ഉമ്മമാര് നമുക്ക് ചോറ് വരും. പടച്ചോനെ, ഉമ്മ ഇങ്ങനെ കുഴയ്ക്കും, കറിയും ചമ്മന്തിയും രസമൊക്കെ ഇട്ടങ്ങോട്ട് കുഴച്ചിട്ട് ഉമ്മ ഇങ്ങനെ ചോദിക്കും, വേണോടാ? ഓടിച്ചെല്ലും താവുമ്മ എന്ന് പറഞ്ഞു അല്ലേ? അള്ളാഹു നമ്മുടെ ഉമ്മമാർ മരിച്ചുപോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ വീടിന്റെ അകത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക്. ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരു പാത്രത്തിന്റെ അകത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോ മനസ്സുകൾ തമ്മിൽ സ്നേഹമുണ്ട്, മനസ്സുകൾ തമ്മിൽ അടുക്കുകയാ, സ്നേഹബന്ധങ്ങളുണ്ട്. ഉമ്മയാരാ, ഉപ്പയാരാ, കൂടപ്പിറപ്പാരാ, ഒരു ബന്ധമുണ്ടായിരുന്നു. ഇന്ന് അങ്ങനല്ല. ഉമ്മ അടുക്കളയിൽ, ഉമ്മ ഭക്ഷണം കഴിക്കുന്നത് അടുക്കളയിൽ, മകള് ടിവിയുടെ മുന്നിൽ, വാപ്പ ജോലിയും കഴിഞ്ഞ് എപ്പോഴെങ്കിലും വന്ന് തിന്നു. ഇതന്നെ, ഒരുമിച്ചിരുന്ന് കഴിക്കുന്നില്ല. 3, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നിന്റെ വീടിന്റെ ഐശ്വര്യം പോകാൻ, നിന്റെ കച്ചവടം മുഴുവനും നഷ്ടത്തിലാകാൻ, നീ ഇത്രയും പെട്ടെന്ന് ഒന്നുമില്ലാത്തവനാകാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ സഖത്തതു ലുകുമതു അഹദികും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ അകത്തേക്ക് കടന്നു വരികയാ. ആയിഷ ബീബിയുടെ വീടിന്റെ അകത്ത് കടന്നു വരുമ്പോ ആയിഷ ബീബി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരൽപ്പം ഭക്ഷണം പാത്രത്തിന്റെ താഴെ വീഴുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമൊക്കെ വാടുകയാണ്, പ്രവാചകന്റെ മുഖമൊക്കെ വല്ലാത്ത വാടുകയാണ്. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ആയിഷ, ആ താഴെ കിടക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കുക ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഭക്ഷണം കഴിക്കുമല്ലോ. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ പാത്രത്തിൽ നിന്ന് താഴെ വീടുന്ന ഭക്ഷണം എടുത്ത് കഴിക്കാറില്ലല്ലോ. അത് വേസ്റ്റാണെന്ന് കരുതുന്നവരാണല്ലോ. അത് വേസ്റ്റാണല്ലോ. നിന്റെ ദീനം തേടാ പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ എന്തേ പഠിപ്പിച്ചത്? ആ താഴെ വീണ ഭക്ഷണം നിന്റെ ഇടത് കൈ കൊണ്ടെടുത്തിട്ട് അത് നീ വൃത്തിയാക്കിയിട്ട് കഴിക്കൂ. അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ താഴെ വീണ ഭക്ഷണം നീ നിസ്സാരമായി കാണരുത്. അങ്ങനെ നീ അല്ലാഹു ചെയ്ത ഒരു നിഅമത്ത്, അല്ലാഹു ചെയ്ത നിഅമത്താണടാ ഭക്ഷണം നിനക്ക് തന്നത്. ആ നിഅമത്തിനെ നീ, ആ നിഅമത്തായ ഭക്ഷണത്തിന് നീ നിസ്സാരമായി കണ്ടപ്പോ, അതാ പാത്രത്തിൽ നിന്ന് താഴെ വീണ ഭക്ഷണത്തെ നീ നിസ്സാരമായിട്ട് അത് വേസ്റ്റായി നീ കണ്ടപ്പോ, അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് പറയുകയാ, ആയിഷ, താഴെ വീണ ഭക്ഷണം എടുക്കൂ. അത് അല്ലാഹു ചെയ്ത നിഅമത്താ, അത് നിനക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹമാ. അതിനെ നീ നിന്ദിച്ചാ അല്ലാഹു നിനക്ക് നഷ്ടം തരും ആയിഷ. നിന്റെ ജീവിതം ഇങ്ങനെയാകാൻ, എത്ര കിട്ടിയാലും തികയാത്തത്, തിന്നാ വയറ് നിറയാത്തത്, എടാ നീ സർവ്വതും നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹു നിനക്ക് തന്ന റിസ്കിനെ നീ കളഞ്ഞതിന്റെ പേരിലാ. അല്ലാഹു നിനക്ക് ചെയ്ത നിഅമത്തിനെ നീ നിന്ദിച്ചതിന്റെ പേരിലാടാ അല്ലാഹു നിനക്ക് ഈ നഷ്ടം തന്നത്. അല്ലാഹു നിനക്ക് ഈ നഷ്ടം തന്നത്. താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കാൻ നീ നിന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടോ? നിന്റെ മക്കളെ നീ പഠിപ്പിച്ചിട്ടുണ്ടോ? വാരിക്കളയുകയല്ലേ. എത്ര ഭക്ഷണമാ വാരിക്കളയുന്നത്? ആ കളഞ്ഞത് നന്ദികേടായിരുന്നടാ. ആ നന്ദികേട് കാണിച്ചത് കൊണ്ടാ അല്ലാഹു നിന്നെ ഇല്ലാതാക്കിയത്. അല്ലാഹു നീ നന്ദികേട് കാണിച്ചത് കൊണ്ടാണ് റബ്ബ്
തരുന്നത് നിർത്തിക്കളഞ്ഞത്, അല്ലാഹു തന്ന ബർക്കത്ത് തിരിച്ചെടുത്തത് നിന്റെ നാശത്തിന് കാരണമാ. ഇത് ഞാൻ പറഞ്ഞതല്ല, മുത്തുനബിയാണ് കരന്നുകൊണ്ട് ആയിഷയോട് പറഞ്ഞു, ആയിഷ എടുത്ത് കടിക്ക ആയിഷ, ഇല്ലെങ്കിൽ അല്ലാഹു നിന്നെ വെറുതെ വിടൂല. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും എത്ര ഭക്ഷണത്തെയാണ് നിന്ദിച്ചു കളഞ്ഞത്.